എല്ലാവർക്കും വിന്നീസാറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജിസാറ്റ് 15 93.5 ഡിഗ്രി. നമുക്കറിയാം DTHന്റെ ദൂരദർശന്റെ ചാനൽസ് ഉള്ളൊരു സാറ്റലൈറ്റ്. അത്യാവശ്യം ചാനൽസ് ഉള്ളൊരു സാറ്റലൈറ്റാണ്. പക്ഷെ നമുക്ക് മലയാള ചാനൽ കിട്ടുന്നത് DD മലയാളം മാത്രമേ ഉള്ളൂ. അതേസമയത്ത് മറ്റുള്ള ഭാഷകളിലുള്ള ചാനൽ ഏറ്റവും കൂടുതലുള്ളൊരു സാറ്റലൈറ്റാണ് ഈ 93.5. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പുതിയ പുതിയ ചാനൽസ് ആഡായിട്ടുണ്ട്. നല്ല നല്ല ചാനൽസുകളുണ്ട്. ഇതിലൊരു മലയാള ചാനലും കൂടിയൊക്കെ ആഡാവുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തായാലും നല്ല മറ്റുള്ള ഭാഷകളിലുള്ള ചാനൽസുകളൊക്കെ നല്ല നല്ല ചാനൽസുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സിഗ്നലായിട്ട് കിട്ടുന്ന ഒരു സാറ്റലൈറ്റാണ് ഈ 93.5 ഡിഗ്രി. അപ്പോൾ ഇതിൽ ഉള്ളൊരു TP ഞാൻ കാണിക്കാം. അത്യാവശ്യം നല്ല സിഗ്നലാണിത്. TP ഉണ്ടല്ലോ 11.090 വെർട്ടിക്കൽ 29.500 65% സിഗ്നൽ കാണിക്കുന്നുണ്ട്. തെറ്റില്ലാത്ത രീതിയിലുള്ള സിഗ്നലുണ്ട്. പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റിയ സാറ്റലൈറ്റാണ് 93.5. നിങ്ങൾക്ക് 66ന്റെ കൂടെയൊക്കെ ഇന്റർസാറ്റ് 17 66 ഡിഗ്രിയുടെ കൂടെയൊക്കെ ക്ലാമ്പ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതിൽ നല്ല നല്ല ചാനൽസുകളുണ്ട്. അപ്പോൾ ഈ 60 സെന്റിമീറ്ററിന്റെ ഡിഷുള്ളവർ അങ്ങനെയും ട്രാക്ക് ചെയ്യാം. അല്ലാതെ നിങ്ങൾക്ക് 66ന്റെ കൂടെ ക്ലാമ്പ് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാം. നിങ്ങൾ ചെയ്ത് നോക്കാം. ഇതിന്റെ ചാനൽസ് ഏതൊക്കെയുള്ളത് നമുക്ക് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയുള്ളൂ ഏതൊക്കെ ചാനൽസ് എന്നുള്ളത്. ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെ 60 സെന്റിമീറ്ററിന്റെ ഡിഷ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 6 ഫീറ്റിന്റെ കൂടെ ക്ലാമ്പ് ചെയ്തിട്ടും കൊടുക്കാം. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കാം. നല്ല നല്ല ചാനൽസുകളാണ് ഉള്ളത്. നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാം ഈ ഒരു സാറ്റലൈറ്റിൽ ഏതൊക്കെ പുതിയ ചാനൽസ് വന്നു എന്നുള്ളത്. സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് നമുക്കറിയാം ഏതൊക്കെ പുതിയ ചാനൽസ് വന്നോ എന്നുള്ളത്. ഞാൻ സാറ്റലൈറ്റിന്റെ പേരിന്റെ സ്ഥാനത്ത് കൊടുത്തിരിക്കുന്നത് 93 LMB ഫ്രീക്വൻസി കറക്റ്റ് കൊടുക്കുക. ഡൈസിക്ക് 2 ഈ കാണുന്ന TP DD മലയാളത്തിന്റെ TP 111.70 വെർട്ടിക്കൽ 29.500. ഇത് വെച്ചിട്ടും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഈ നല്ല സിഗ്നലുള്ളൊരു TP ആണ് ഈ TP. ഈ സ്കാനിങ് നടക്കുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്ന പോലെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് സി ബാൻഡ് LNBനെ കുറിച്ചാണ്. സി ബാൻഡ് LNBയിൽ ചില LNBക്ക് ഓരോ പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ച് പഴയ LNB ഒക്കെ. അപ്പോൾ പല ആളുകളും പല TP കിട്ടാറില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഉദാഹരണത്തിന് 83 ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മഴൽ മനോരമ HDയുടെ TP കയറി വരാറില്ല, അങ്ങനെ കിട്ടുന്നില്ല, അതിൻ്റെ സിഗ്നൽ ഒട്ടും കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ ആ സാറ്റലൈറ്റിലുള്ള ഒട്ടുമിക്ക ചാനലുകളും കിട്ടാറുമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ LNB ചിലപ്പോൾ നിങ്ങൾ പഴയ LNB ആയിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ LNB മാറ്റിയിട്ട് വേറെ LNB വെച്ച് നോക്കുക. ചില LNBക്ക് ചില TP നല്ല സിഗ്നൽ എടുക്കും. എന്നാൽ ഒട്ടും സിഗ്നൽ എടുക്കാത്ത LNBകളും ഉണ്ട് പഴയ LNBയിലൊക്കെ. അപ്പോൾ അങ്ങനെ LNBക്ക് ഒന്ന് മാറ്റി വെച്ച് നോക്കുക. അതൊരു പരീക്ഷണമാണ്. അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പല നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല പല സൈറ്റിൽ നിന്നും നമ്മൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പഴയ LNB മാറ്റുമ്പോൾ അല്ലെങ്കിൽ അവരെടുത്ത് 2-3 LNB ഉണ്ടാകുമ്പോൾ അതിലേതെങ്കിലും ഒരു LNB ഒക്കെ എല്ലാ ചാനൽസും കിട്ടും. പക്ഷേ ഈ നമുക്ക് കമ്മി ഉള്ള ആ ഒരു TP ചില LNB മാറ്റുമ്പോൾ അത് കിട്ടാറുമുണ്ട്. അപ്പോൾ ചില LNBക്ക് ചില TP എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഒട്ടും എടുക്കാത്ത LNBകളുമുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതേപോലെ തന്നെ K-ബാൻഡിലാണെങ്കിലും ശരി. K-ബാൻഡൊന്നും നമുക്ക് അറിയാത്തത് നമ്മൾ സണ്ണോ ഡിഷ് TV ഒക്കെ പിടിക്കുമ്പോൾ അതേ ആവശ്യത്തിലേറെ സിഗ്നലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഇല്ലാത്തത്. പിന്നെ നമുക്ക് പുറം സാറ്റേരി യാസാറ്റോ
അങ്ങനെയുള്ള സാറ്റലൈറ്റുകളൊക്കെ പിടിക്കുമ്പോഴാണ് LNBന്റെ ആ സിഗ്നലിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിലയിരുത്താൻ പറ്റുന്നത്. അപ്പോൾ സി ബാൻഡിലും കെ ബാൻഡിലാണെങ്കിലും പല LNB പല രീതിയിലാണ് സിഗ്നൽ എടുക്കുന്നത്. പല TPകളും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അപ്പോൾ സ്കാനിങ് 100% ശേഷം 145 ചാനൽസ് കയറി വന്നു. അപ്പോൾ ഇതിൽ പുതിയ ചാനൽസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഏതൊക്കെ ചാനൽസ് നോക്കാം.